മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നവീകരിച്ച MCFന്റെയും പണി പൂർത്തിയാക്കിയ MCFലെ ലോഡിംഗ് ഏരിയയുടെയും ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ MCFന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ നവീകരിച്ച MCF പ്രവർത്തനം ആരംഭിച്ചു. വർഷങ്ങളായി പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മെറ്റീരിയൽ കളക്ഷൻ സെന്ററാണ് നവീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി MCFന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു മാതൃകയാവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മൂവാറ്റുപുഴ നഗരസഭ ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നവീകരിച്ച MCFന്റെ ഇനാഗുറേഷൻ ഇന്ന് ഇവിടെ നടന്നിരിക്കുകയാണ്. 37.79 ലക്ഷം രൂപയുടെ MCF ആണ്. അതിന്റെ ഒരു ബിൽഡിങ്ങിന്റെ വർക്കാണ് ഇന്ന് പൂർത്തീകരിച്ച് അതിന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് തുറന്നു കൊടുത്തിരിക്കുന്ന മാലിന്യ സംസ്കരണത്തിന് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു മാലിന്യ സംസ്കരണ രംഗത്ത് കാലങ്ങളോളം മൂവാറ്റുപുഴ നഗരസഭ അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാനായിട്ടുള്ള ഒരു തുടക്കമാണ് ഈ MCF ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പരിപാടികളുമായിട്ട് ഇനിയും മുമ്പോട്ട് പോകുവാനായിട്ടുണ്ട്. ഇനി മാലിന്യ സംസ്കരണത്തെ കൃത്യമായി തരം തിരിച്ചുകൊണ്ടിട്ടുള്ള മാലിന്യ സംസ്കരണത്തിനുള്ള അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ പൊതുജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ മാലിന്യ കളക്ഷൻ നടത്തി സയന്റിഫിക് ആയിട്ട് തന്നെ മാലിന്യ സംസ്കരണം ഇവിടെ കൃത്യമായി നടത്തുവാനായിട്ടുള്ള ഒരു പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അധികം വൈകാതെ തന്നെ നഗരസഭ എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം 37,79,000 രൂപ ചെലവഴിച്ചാണ് MCFും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത്. മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിക്കുന്നതിന് 286 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് MCF നവീകരിച്ചത്. ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിച്ച് വേഗത്തിൽ കയറ്റി അയക്കുന്നതിന് 134 ചതുരശ്ര മീറ്ററിൽ പുതിയ ലോഡിംഗ് ഏരിയയും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിലെ മാലിന്യ ശേഖരണത്തിന് നേതൃത്വം നൽകുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വേണ്ടി വിശ്രമമുറിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും തയ്യാറാണ്. ജീവനക്കാരുടെ സൗകര്യങ്ങൾക്കായി 5,88,000 രൂപയാണ് ചെലവഴിച്ചത്. ഫർണിച്ചറുകൾക്കായി 4,46,000 രൂപയുടെ ടെൻഡർ നടപടികളും പൂർത്തിയായി വരുന്നു. MCF നവീകരണത്തിന് 14,92,000 രൂപയും പുതിയ ലോഡിംഗ് ഏരിയയ്ക്ക് 15,79,000 രൂപയും വൈദ്യുതീകരണത്തിന് 1,19,000 രൂപയുമാണ് ചെലവഴിച്ചത്. നഗരത്തിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂടുതൽ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനും തരംതിരിച്ച് പുനരുപയോഗത്തിനും സംസ്കരണത്തിനും നവീകരിച്ച MCF സഹായകരമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത P, സാലിഹ് EM, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസം ബീഗം, ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞ്, വാർഡ് കൗൺസിലർ ഷേർലി പൗലോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.